പ്രിയ സഹോദരങ്ങളെ, ഞാൻ വലിയ വേദപണ്ഡിതനൊന്നും അല്ല. എങ്കിലും എനിക്ക് കോർട്ട് സഭയിലെ ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഓരോ ആചാരങ്ങളൊക്കെ അതിൻ്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. പലപ്പോഴും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ആരും അനങ്ങിയിട്ടില്ല. എങ്കിലും ഇന്ന് വീണ്ടും ഞാൻ എടുക്കുകയാണ്. അതായത് ഇപ്പം അരി തിന്ന് ആശാരി കടിച്ച് നായ്ക്ക് മുറിവുറപ്പെന്ന് പറഞ്ഞ പോലാണ് ഇന്ന് പുരോഹിതവർഗം. അവർ പുരോഹിതനോ മെത്രാനോ ആരെന്ന് കണ്ടാലും വിശ്വാസിയുടെ കുറ്റം പറയും. ദേവാലയത്തിൽ കുർബാന അർപ്പിക്കുന്നതിൻ്റെ ഇടയിലിറങ്ങി വന്ന് അവിടെ വന്ന് വിശ്വാസികളെ കുറ്റം പറയും. കല്ലറകൾ മോശമായ രീതിയിൽ കിടക്കുന്നു, അങ്ങനെ കിടക്കുന്നു, ഇങ്ങനെ കിടക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ മെത്രാന്മാരെ, എൻ്റെ സഭയെ ആരാണ് ഈ കല്ലറയുടെ ഉടമസ്ഥൻ? വിശ്വാസി. ആ ഒരു വിശ്വാസിയെ അവിടെ അടക്കിയാൽ അവരുടെ കുടുംബം അവിടെ ഇരിക്കുകയല്ല. അവർ പിള്ളേർ അവരവരുടെ ജോലിക്ക് പോവും. വീട്ടിൽ തള്ള മാത്രമേ കാണുള്ളൂ. അവൾ വന്ന് ഈ കല്ലറ ക്ലീൻ ചെയ്യണോ? നീയൊക്കെ ഒരു പ്രാവശ്യം കല്ലറ തുറക്കുന്നതിന് 1500, 2500, 3500 രൂപ മേടിക്കുന്നത് എന്തിനാ? ആരുടെ അടിയന്തരം നടത്താനാ? അതിൽ 1000 രൂപ കൊടുത്ത് കല്ലറ ചുറ്റും ഒന്ന് ക്ലീൻ ചെയ്യിക്കുന്ന നിനക്ക് നഷ്ടമാണോ? അതോ നീ ക്ലീൻ ചെയ്യിച്ചെന്ന് പറഞ്ഞ് ആ കാശൂടെ പോക്കറ്റിടുകയാണോ? പുരോഹിതവർഗമേ, നിങ്ങളുടെ കുറ്റം പറഞ്ഞു അപ്പം വിശ്വാസികൾക്ക് ശരിയായി, ഞാൻ കുറ്റം ചെയ്തു. ഇപ്പം പറയും. ഞാൻ ഒരു ദിവസം കണ്ടതാ, നമ്മുടെ പുതിയ പള്ളിയിൽ ഒരു പുരോഹിതൻ പ്രസംഗിക്കുക. ഞാൻ അതിശയിച്ചു പോയി. ഞാൻ കാണാത്ത 3-4 പേര് ദേവാലയത്തിൽ വന്നു. ഞാൻ അവരെ പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ വല്യപ്പച്ചനും വല്യപ്പച്ചും 200 വർഷം മുമ്പ് മരിച്ചതാ, അവരുടെ ഓർമ്മ കഴിക്കാൻ ഞങ്ങൾ വന്നതാണെന്ന്. കണ്ടോ? ഓർമ്മ കഴിപ്പിക്കുക. എന്തിൻ്റെ ഉദ്ദേശം? അവരെ സ്വർഗത്തിൽ നിന്ന് കാണും. ഇത് മരിച്ച ഉടനെ തന്നെ അവരങ്ങ് സ്വർഗത്തിൽ പോയി. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. സ്വർഗത്തിൽ ഇരുന്ന് കാണും. എന്തുവാ നീ ഈ കാര്യം ശരിയാ? 5 രൂപ കുർബാനപ്പണം കൊടുത്താൽ നീ ആ മൺവായുടെ പേര് പോലും ഒന്ന് ഓർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ട. നീ അത് കഴിഞ്ഞ് കല്ലറയ്ക്ക് ധൂപം വെക്കണം. ആ ധൂപം വെക്കുമ്പോൾ പോക്കറ്റ് നിറയുന്നതാണ് നിൻ്റെ ഉദ്ദേശം. അതാണ് ഓർത്തഡോക്സ് സഭ എപ്പോഴും പറഞ്ഞ് മരിച്ചവരുടെ ആണ്ട് കുർബാന നടത്തണം. നടത്തിക്കോ. എന്താ പോട്ടെ, ഈ ആണ്ട് കുർബാന നടത്തുന്നതിനെ കുറിച്ചൊക്കെ എനിക്ക് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ തരണം. പിന്നെ ഒരു മനുഷ്യൻ മരിച്ചാൽ അവനെ കൊണ്ട് അടക്കിക്കഴിഞ്ഞേച്ച് പിന്നെ അടക്കുമ്പോൾ പള്ളി അടക്കുന്നതിന് മുമ്പ് പള്ളിയിൽ വെച്ചുകൊണ്ടൊരു പ്രാർത്ഥന, മൂറോന്നൊഴിച്ചുകൊണ്ടൊരു പ്രാർത്ഥന ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അത് വിശ്വാസികൾ വിശ്വസിച്ചോട്ട് മൂറോൻ ജീവില്ലാത്ത ശരീരത്തിൽ മൂറോന്നൊഴിച്ചുകൊണ്ട് വഴിയാത്രയിൽ ശത്രുക്കളിൽ നിന്ന് പീഡനങ്ങളൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ട് പൊക്കോളും. ഡെഡ് ബോഡി ദേവാലയത്തിനകത്തുനിന്ന് കല്ലറ വരെ. അവിടെ ആത്മാവ് നേരത്തെ പോയി. ആ ആത്മാവിന് വേണ്ടി ചെയ്യേണ്ടത് ആരുടെ കടമയാ? ഈ മരിച്ചു പോയെന്നോ കടമയായിരുന്നു. ആത്മാവ് സ്വർഗത്തിൽ, അതായത് അടുത്ത പ്രാവശ്യം 2ാമത്തെ വരവെങ്കിൽ ദൈവം വരുമ്പോൾ ഈ ആത്മാവ് തന്നെ ഈ മനസ്സിൽ പ്രവേശിക്കും. പഴയ രൂപം കൊള്ളും. എന്നിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ വരികയുള്ളൂ. അപ്പോഴാണ്
ആ ന്യായവതി നീ ചെയ്തത് എന്താണെന്ന് ഇന്ന് ആർക്കും അറിയാൻ പറ്റിയ ഒരു കാര്യമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരാത്മാവിനെ അവൻ്റെ ഉള്ളിൽ കൊടുത്തു. അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ ആത്മാവെന്ന് പറഞ്ഞാൽ നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഉണ്ട്. നീ ഇരുട്ടത്ത് ചെയ്യുന്ന പുറപ്പുറത്ത് ഘോഷിക്കുമെന്ന് പറഞ്ഞതാണ്. നീ ഇരുട്ടത്ത് ചെയ്യുമ്പോഴും ഈ ആത്മാവ് നിൻ്റെ ഉള്ളിലുണ്ട്. ആ ആത്മാവ് അതുടനെ അവിടെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുകയാണ്. നീ നന്മയോ തിന്മയോ എന്ത് ചെയ്താലും അവിടെ ഫീഡ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണ്ട, ഞാൻ ചെയ്യുന്ന ആരും കാണുന്നില്ല, ഒരു കുഴപ്പവുമില്ല, അത് പോട്ടെ. എന്നാൽ ഇനിയും ഈ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടടക്കി ഇനിയും വിരിമടക്കുന്നൊരു ആചാരമുണ്ട്. ആ ഡെഡ് ബോഡി വീടിനകത്ത് വെച്ച കട്ടിലെ വിരിമടക്കുന്നത്. അതിന് 2-3 പുരോഹിതന്മാരും ശുശ്രൂഷക്കാരും കൂടെ വന്ന് 4 ചുറ്റും, കാരണം പാത ഒഴിപ്പിക്കണ്ടായോ? അല്ല പിന്നെന്തോ അതിൻ്റെ ഉദ്ദേശം? വിരിമടക്കുന്നതിന് എന്തോ പ്രാധാന്യമുള്ളത്, എന്തോ ആത്മീയത അതിനകത്തുള്ളത്? ബാധ ഒഴിപ്പിക്കുക, അവർ ചുറ്റും നടന്ന് തൂക്കുറ്റി വെച്ച് പ്രാർത്ഥിച്ച് 2 പുരോഹിതന്മാർ കൂടി നല്ല വിധത്തിൽ വിരിമടക്കി ഇങ്ങനെ കൊണ്ടു കൊടുക്കും. പിന്നത്തെ നോട്ടം കവറാണ്. അതിന് അവർക്ക് പ്രശ്നമൊന്നുമില്ല. അതിപ്പോൾ ഫിക്സഡ് റേറ്റാണ്. നമ്മൾ ചില കടകളിൽ ചെല്ലുമ്പോൾ ഫിക്സഡ് റേറ്റാ എന്ന് പറഞ്ഞ പോലെ പിരിവടക്കാൻ വരുന്ന പുരോഹിതന്മാർക്ക് 2000 രൂപയും ശുശ്രൂഷക്കാരന് 1500 രൂപയും. ദൈവേ എന്ന് ഓരോരുത്തർ മറിച്ച് പോട്ടെ, ഇവരുടെ പോക്കറ്റ് നിറയട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ മരിച്ചാൽ ഇവന്മാർക്കൊന്നും കിട്ടത്തില്ല. ഞാൻ മരിച്ചാൽ എന്നെ ജയിപ്പിക്കുക. അതിന് ഞാൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട് പള്ളിയിൽ വികാരിക്ക്. മറുപടി അവൻ തരത്തില്ല. കാരണം അവന് സമയമില്ല. അവൻ ബാബാടെ താങ്ങിക്കൊണ്ട് നടക്കുക. പറഞ്ഞു മനസ്സിലായോ? ഇപ്പം എനിക്കറിയില്ല ഈ പുത്തങ്കായപ്പള്ളിയെ ഇങ്ങനെ നശിപ്പിക്കാൻ കാരണം എന്താണെന്ന്. ഒരു പുരോഹിതൻ വന്നു, ഇടത്തും വലത്തും 2 വരാന്ത പണിതു, അവിടെ ചോരുന്നു, സാരി കൂടെ ചോരുന്നു. അത് വർഷങ്ങളായിട്ട് ഞാൻ പറയുന്നു, ആരും അനങ്ങുന്നില്ല. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വികാരിക്ക് ഒരു അസുഖം. ഈ പള്ളിയുടെ മണ്ണിലെ ഓടിൻ്റെ കളർ മുഴുവൻ പോയി. കളറടിക്കുന്നത്. കാരണം നമ്മൾ കാണുന്നുണ്ട് ഇന്ന് മിക്ക വീടുകളുടെ മുൻവശത്ത് മുഴുവൻ ടൈൽസാണ്. അത് ഡിഫറൻറ്റ് കളറുള്ള പെയിൻ്റ് കൂടെ അടിച്ച ഷൈൻ ചെയ്യിച്ച് വെച്ചൊക്കെ നിന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ നോക്കിയപ്പോൾ എല്ലാവിടെ എനിക്ക് കാശുണ്ട്, ഇങ്ങോട്ട് പോരട്ടെ. വീടിന് ഇത്രയും വലിയ കിണറുള്ള പഴയ പള്ളിയുടെ ഓട് പെയിൻറ്റ് ചെയ്യണം മേൽവശം. നടക്കട്ടെ. അത് കഴിഞ്ഞപ്പോൾ പള്ളിക്കകത്ത് പലയിടത്തും ലീക്ക്. മക്കളെ, പഴയ ഓട് കാല സൂക്ഷിച്ച് ചവിട്ടി ഇല്ലെങ്കിലും അങ്ങോട്ടേക്കണം മാറിയാൽ മതി, പൊട്ടണ്ട, ലീക്കുണ്ടാവും. അതും ഞാൻ അന്നത്തെ വികാരിയോടും പറഞ്ഞു, ഇപ്പോഴത്തെ വികാരി ഫാദർ അമലിനോടും പറഞ്ഞു. ഉടനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം അവർ അതൊന്നുമല്ല ഇപ്പം കണ്ടുവരാൻ പോകുന്നത്. ഇപ്പം അഡ്വാൻസ് ചെയ്യാൻ പറയാം. ഇപ്പോൾ അവിടെ മ്യൂസിയം, അതായത് ദേവാലയത്തിനകത്തൊരു ടെറസുണ്ട്. ടെറസല്ല, തട്ട്. അവിടെ അന്തോണീസ് ബാബയുടെ മ്യൂസിയം പണിയാൻ പോവാം. അവിടെ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു. അതൊന്നും ഞാൻ പോയി കാണാൻ പോകുന്നുമില്ല. ഇനി എന്തോ സംഭവിക്കുക, എന്തിനു വേണ്ടിയായത്? പുത്തേപ്പള്ളി തീർത്ഥാടകമാക്കിയിട്ട് വർഷങ്ങളായി. എത്ര തീർത്ഥാടകർ വന്നു. കഴിഞ്ഞ കള്ളൻ തോമസ് നൈനാൻ പിറ്റോയുടെ സമയത്ത് 2 ഇടവക്കാർ വന്നു. അത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്.
ഈ തോമസ് പി ജയനാണെന്ന് പറഞ്ഞ കള്ളന് കഞ്ഞി വെച്ച പുരോഹിതനാ. അവൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് അവൻ ചെന്ന് ഏതോ ഒരു ഇടവകയെ കണ്ട് പുരോഹിതനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പുരോഹിതൻ്റെ കൈമടക്ക് കൊടുത്താൽ പോരായോ? ഇവിടെ വല്ലവരും പറയുമോ? പള്ളിയിൽ കൈമടക്ക് കൊടുക്കും. അവർ വന്നു. അപ്പം പുരോഹിതൻ അപ്പുറത്തേക്ക് വിശ്വാസം, അയ്യോ നമ്മളെ മറ്റേതാവിട്ടിരിക്കുന്നത് അത് കണ്ടിട്ട് ഉടനെ പോവും. അവർ വന്നു, അത് ഫോട്ടോ എടുത്തിട്ട് വന്നു. നമ്മുടെ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കാൻ ഇന്ന ഇടവകക്കാർ വന്നു, ഇന്ന പുരോഹിതനും വന്നിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ 2 പേര് വന്നിട്ടുണ്ട്, 2 കൂട്ടർ വന്നിട്ടുണ്ട്. അല്ലാതെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ തീർത്ഥാടനം അങ്ങോട്ട് തീർത്ഥാടന കേന്ദ്രം ആക്കുന്നത് എന്താണെന്നറിയാമോ? അവിടെ കാശ് വീഴും. ഞങ്ങളുടെ ഉദ്ദേശം കാശാ. ഇവിടെ വന്ന് എന്തോ ഏതാ നിന്റെ വീട്ടിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. മക്കളെ, നിങ്ങളെപ്പോഴും പള്ളി ചെല്ലുമ്പം മധ്യസ്ഥ പ്രാർത്ഥന പുരോഹിതന്മാർ, അത് ഓരോ പരിശുദ്ധന്മാരുടെ പേരെടുത്ത് മധ്യസ്ഥ പ്രാർത്ഥന. ഞാൻ ചോദിക്കുന്നത്, സഹോദര, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോട് വാക്ക് പറഞ്ഞുകൊണ്ട് മരിച്ചു കഴിഞ്ഞ് എനിക്കും നിങ്ങൾക്കും തമ്മിൽ ഇനിയും ഒരു മധ്യസ്ഥനില്ല. നിങ്ങൾക്കെന്തും എന്നോട് സംസാരിക്കാം, ആവശ്യപ്പെടാം. ഞങ്ങൾ അല്ല എങ്കിൽ തന്നെയും നമ്മുടെ ക്രിസ്തു ജീവനോടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ക്രിസ്തുവിനോട് നേരിട്ട് അപേക്ഷിക്കുന്നില്ല? എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല? നിങ്ങൾ അവിടെ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന, അവിടെ ഇവിടെ മക്കളെ. അതുകൊണ്ട് എന്താ പറയുന്നത്? നിങ്ങൾ കന്യം അറിയാമെങ്കിൽ ഇവർ ഇസ്രായേലായി പരമ്പരത്തിന് വേണ്ടി ഒക്കെ മധ്യസ്ഥം എടുത്തു, ഒരു കുഴപ്പമില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഉള്ളൊരു ഉദ്ദേശമുണ്ട്, ഒരു ചിന്ത വരുന്നുണ്ട്. അതായത് അവർക്ക് എന്നോട് നേരിട്ട് പറയാവുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അവരെന്നോട് നേരിട്ട് പറയുന്നില്ല? എന്തുകൊണ്ട് വേറൊരു ആൾ മുഖേന വരുന്നു? അപ്പോൾ എന്നിൽ അവർക്ക് വിശ്വാസമില്ല. മനസ്സിലാക്കിക്കോ ഇത്. നിങ്ങളെ എല്ലാ പുരോഹിതന്മാരും എല്ലാ പള്ളികളിലും മധ്യസ്ഥ പ്രാർത്ഥന. മക്കളെ, ആര് മധ്യസ്ഥ നിന്നാലും തീരുമാനിക്കുന്ന ആൾ തീരുമാനിച്ചെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. ഇപ്പോഴത്തെ എൻ്റെ ഓർത്തഡോക്സ് യാക്കോബ തർക്കം തന്നെ മധ്യസ്ഥനായിട്ട് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി വരുന്നു എന്ന് പറഞ്ഞു, പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും ഓർത്തഡോക്സ് ബാവ പറയുന്നത് 1934 ഭരണഘടന 1917 കോടതി വിധിയും പ്രകാരമുള്ള മധ്യസ്ഥത അല്ലാതെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കത്തില്ല. കാരണം ഇവൻ ആരാന്നറിയാമോ? ഈ കാതോലിക്ക. അവൻ ഒന്നാന്തര ദ്രവ്യാഗ്രഹ മോഹിയാണ്. ഇപ്പം എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ സഭയിൽ നടക്കുന്നു. ഒന്നും പുറത്ത് വരുന്നില്ല, കുറച്ചൊക്കെ വരുന്നുള്ളൂ. ഇവന് പണമെന്നുള്ള ഒരു ചിന്തയേ ഉള്ളൂ. നോക്ക്, ആഡംബര ജീവിതത്തിന് വല്ല കുറവുണ്ടോ? ഇത്രയും ഇത്രയും കോസ്റ്റ്ലി ആയിട്ടൊരു കാർ മേടിച്ച് നടക്കഞ്ഞാൽ അവൻ ഓശാന പാടിക്കൊണ്ട് കൊടിയും പിടിച്ച് കുറേ മോട്ടോർ സൈക്കിളിലും കാറിലും പോകാൻ ആളുണ്ട്. നല്ല കാര്യം.
ഇവൻ്റെ വലിയ വലിയ അടുപ്പക്കാരാ, ഒന്ന് ഫാദർ അമീലും ഒന്ന് യൂലിയോസ്. ഫാദർ അമീൽ അടുക്ക് പറയാനും യൂലിയോസ് കള്ളത്തരത്തിൽ കൂട്ടുനിൽക്കാനും അതിനെക്കുറിച്ച് മുന്നോട്ട് പോയി പ്രവർത്തിക്കാനുമായിട്ട്. പിന്നെ വേറൊരാളെ കൊണ്ടുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ കണ്ടിട്ടില്ല, പോട്ടെ, എന്തെങ്കിലും ആയിക്കട്ടെ. ഇന്ന് ഈ പുരോഹിതൻ എന്നുള്ളതല്ല, കോർപ്പിക്കോപ്പ, റംബാന്, കുണ്ടം, മറ്റേത് ഏതെല്ലാം എന്തോ കോനാട്ടിന് കൊടുത്തതെന്തോ മൽപ്പാന്, ഏതെല്ലാം പ്രമോഷൻ കൊടുക്കുന്നേ. ഇവർക്ക് എന്നിട്ടുള്ള ഈ പെൻഷനും വിശ്വാസികളുടെ കാശ് മുഴുവൻ ഓരോ കാര്യം പറഞ്ഞ് പിടിച്ച് പോക്കറ്റ് വെച്ച് കോടീശ്വരന്മാരാക്കിയിട്ട് അവർക്ക് വീണ്ടും പെൻഷൻ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഏതായാലും ഒരു പുരോഹിതൻ മരിച്ചാലും മസ്തിഷ്കമ്മയ്ക്ക് പേടിക്കേണ്ട കാര്യമില്ല, മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാവും. കഴിഞ്ഞ പൻപര ഈ വെച്ച പുരോഹിതന്മാർ കൂടിയ മീറ്റിങ്ങിൽ തീരുമാനമെടുത്തതാണ്, ഏതെങ്കിലും ഒരു പുരോഹിതൻ മരിച്ചാൽ പുരോഹിതൻ്റെ മസ്തിഷ്കമ്മയ്ക്ക് മെഡിക്കൽ ഇൻഷുറൻസ്, ബാക്കി ഉള്ളതൊക്കെ അവർ ചെയ്തു കൊടുത്തോളും, അത് കുഴപ്പമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഈ ആചാരങ്ങൾ വിരിവടക്ക് വീടിനകത്ത് വച്ചിരുന്ന പ്രാർത്ഥന, മരിച്ച വീട്ടിൽ വെളിയിലൊരു പ്രാർത്ഥന, പിന്നെ ഈ മൂറോണൊഴിക്കുന്ന, പിന്നെ ഈ കുരുത്തോല കത്തിക്കുന്നത്, അഗ്നിജ്വാല ശുശ്രൂഷ, ഇതെവിടെ നീട്ടിയ ബൈബിളിലുണ്ടോ? കുരുത്തോല യേശു യെരൂശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ കുരുത്തോലയും പിടിച്ചുകൊണ്ട് വിശ്വാസികൾ ഓശാന പാടി. ആ കുരുത്തോല എന്ത് ചെയ്തെന്ന് നിങ്ങൾ ഡോക്ടറേറ്റും മറ്റേ മണ്ടേ കൊണ്ടൊക്കെ പഠിച്ചവരല്ല, നിങ്ങൾ അന്വേഷിക്കും. ഈ കുരുത്തോല അവരെവിടെ കൊണ്ട് കളഞ്ഞു? അവിടെ ഏതെങ്കിലും ഒരു റെക്കോർഡ് കാണും, ഇല്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് വന്നു ഈ അഗ്നിജ്വാല ശുശ്രൂഷ? അഗ്നിജ്വാല ശുശ്രൂഷ ആത്മീയമാണോ? വിഗ്രഹാരാധനയല്ലേ? നിങ്ങൾ കുരുത്തോല കത്തിച്ചോ, അത് വേസ്റ്റാ. ഞാൻ പറയാം, നിങ്ങളെ ഇട്ടുകൊണ്ട് നടക്കുന്ന കാപ്പായും കീറിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റിയിടും. നിങ്ങൾ എത്ര കാപ്പ നിങ്ങൾ അവിടെ ഇവിടെ കൊണ്ട് മടക്കി മാറ്റി വച്ചിട്ടുണ്ട്. പിന്നെ ഈ കുരുത്തോല അതെന്താ പ്രാധാന്യം? കുരുത്തോല ദൈവം പിടിച്ചുകൊണ്ട് നടന്നതല്ല, വിശ്വാസികൾ യേശുവിൻ്റെ പുറകെ കുരുത്തോലയും പിടിച്ച് ഓശാനം പിടിച്ചുകൊണ്ട് നടന്നു. ആ കുരുത്തോല അവർ കളഞ്ഞു പോയി, അതിനെക്കുറിച്ച് ഓർമ്മയില്ല. പിന്നെന്തോ ഈ അഗ്നിജ്വാല ശുശ്രൂഷ, ആ ശുശ്രൂഷ കാണേണ്ടത് വീഡിയോ എടുത്ത് ഡോവർക്ക് മുഴുവൻ അയച്ചു കൊടുക്കണം. ഇങ്ങനെ പ്രസിദ്ധമായ ഒരു ആചാരമുണ്ട്. നിങ്ങളൊക്കെ ഈ ആചാരം കൊണ്ട് നടന്നു. പുരോഹിതവർഗമേ, വിശ്വാസികൾ, വിഡ്ഢികളായ വിശ്വാസികൾ നിങ്ങളുടെ പുറകെവരും. എത്ര നാൾ നിങ്ങൾ കാണുക. ഇനി സമയം അധികമില്ല. ഇനിയും പുത്തിയാപ്പള്ളിയുടെ തട്ടിൻ്റെ പുറത്ത് അന്തസ്വാമയുടെ മ്യൂസിയം കൂടെ പണിത് എല്ലാം ഏതായാലും ചോർച്ച നിർത്തിയിട്ടില്ലെന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പം പിന്നീട് പിന്നെ ഓരോന്ന് ഞാൻ പറഞ്ഞു ഓരോന്ന് നടക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദയവ് ചെയ്ത് ഞാൻ പേരെടുക്കാം. കാതോലിക്ക ബാവ, ജോജി കെ ജോയച്ചൻ പ്രാസംഗികൻ, രഞ്ജി പി കോശിയച്ചൻ കണിയാൻ, ഫാദർ ബാബായുടെ അടുത്ത ആള് ജൂലിയോസ് ഉണ്ടക്കണ്ണൻ, ബാബായുടെ കൊള്ളസംഘത്തിലെ പ്രധാനി. നിങ്ങൾ പറയണം,
ഓരോ ആചാരങ്ങളും എന്താണ് അതിൻ്റെ ഉദ്ദേശം, എന്താണ് അതിൻ്റെ പ്രയോജനം, അതെന്തിനെക്കുറിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയാമോ? പറഞ്ഞ് റാസ് എന്ന വാക്കില്ല. പ്രദക്ഷിണം ദേവാലയത്തിൽ നിന്ന് പുരോഹിതൻ വടക്കേ വാതിൽക്കൂടെ ഇറങ്ങി തെക്കേ വാതിൽക്കൂടെ കയറുന്നതിനെ കുറിച്ച് പറഞ്ഞത്, സെറാബീം പറഞ്ഞത് ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവിനെ ഉദ്ദേശിച്ച് കാണിക്കുകയാണെന്ന്. ദൈവം വരുന്നത് എങ്ങനെയെന്ന് ഇതിനകത്തുനിന്ന് എടുത്ത് കാണിച്ചുകൊണ്ട് എന്തോ എടാ പരട്ടെ, ദൈവം എങ്ങനാസോ ഇനിയും രണ്ടാമത് വരുന്നെന്നുള്ള ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അത് പറഞ്ഞു മനസ്സിലാക്ക്. നിങ്ങൾ ഡ്രാമ കളിക്കാതെ ഇതൊക്കെ ഏതായാലും നല്ലവരായ വിശ്വാസം. ഞാൻ പറഞ്ഞല്ലോ, എവിടെ നോക്കിയാലും ആത്മാർത്ഥതയും ഇത്രയും ആത്മാർത്ഥതയുള്ള വിശ്വാസം എന്തിനോടാ? പുരോഹിതന്മാരോടും ഭക്തന്മാരോടും. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ വീട്ടിൽ വരും. കാരണം എൻ്റെ കാശുകൊണ്ട് കൊടുക്കാൻ, അതുകൊണ്ടാണ് വരുന്നത്. അല്ലാതെ ഒന്നും വരത്തില്ല. കണ്ട ഉടനെ അതാ 4 പേര് കാണുമ്പം ഞാൻ വലിയവൻ, തലവനമനെ. ആര് വലിയവൻ ആര് ചെറിയവൻ എന്നുള്ളത് നിശ്ചയിക്കുന്നത് ഞാനല്ല, എൻ്റെ പിതാവാണ്.